അറിവും സ്നേഹവും നിലപാടും നിഷ്കളങ്കതയുമൊക്കെ തിരികെ പിടിക്കുന്ന നാളുകളാണ് നോമ്പ് കാണുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകളെ കുറേയും കൂടെ ആഴമുള്ളതാക്കുക, ആ സ്നേഹത്തെ കുറച്ചുകൂടി അടുപ്പത്തിലിരുന്ന് അനുഭവിക്കുക, നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്കത, തിരിച്ചുവരവിനായിട്ടുള്ള സന്നദ്ധത, ഇതിലേക്കാണ് നോമ്പുകാലം വളരേണ്ടത്. ശിശുവിനെപ്പോലെ ആവുക എന്നതിൻ്റെ അർത്ഥം ആത്മീയ പിതാക്കന്മാർ പറയുന്നത് നിൻ്റെ ശൈശവത്തിൻ്റെ നൈർമല്യത്തെ തിരികെ പിടിക്കുക, കാണുന്ന കുഞ്ഞിനെ ജീവിതം കൊണ്ട് അനുകരിക്കുക എന്നല്ല അർത്ഥം. നിന്നിലുണ്ടായിരുന്ന ആ ഒരു കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ, നിഷ്കളങ്കതയുടെ, നന്മയെ നന്മയായിട്ട് മുൻവിധികളൊന്നുമില്ലാതെ ഇതെല്ലാം ചേരുമ്പോഴാണ് അറിവുണ്ടാകണം, സ്നേഹമുണ്ടാവണം, വഴിമാറലുകൾ സംഭവിച്ചെങ്കിൽ മടങ്ങി വരവ് സാധ്യമാവണം, നിഷ്കളങ്കതയ്ക്ക് കോട്ടം വിഘ്നം സംഭവിച്ചെങ്കിൽ തിരികെ പിടിക്കണം. ചില ടാർഗറ്റോട് കൂടിയിട്ട് ജോലി എടുക്കണം നോമ്പ് കാലത്ത്. വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി കടന്നു പോയാൽ പോലെ ചുറ്റുപാടിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആത്മീയതയുടെ അറിവ് അധികമാർജിച്ചുവെന്ന് പറയത്തക്ക വിധം നോമ്പിനെ കടത്തിവിടണം. സ്നേഹത്തിൽ വേരുപാകപ്പെട്ടുവെന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ കപ്പുച്ചിൻ സഭയുടെ അംഗങ്ങളുടെ കല്ലറയിലൊക്കെ സ്നേഹം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ചില കുറിപ്പുകളെക്കുറിച്ച് സഹിക്കുന്ന സ്നേഹമെന്നും കൊടുക്കുന്ന സ്നേഹമെന്നും മുറിപ്പെടുത്താത്ത സ്നേഹമെന്നുമൊക്കെ വിശുദ്ധ പൗലോസ് പറഞ്ഞത് മുഴുവനും ചില ജീവിതങ്ങളെ കൃത്യമായി സൂചിപ്പിക്കാൻ വേണ്ടി കല്ലറയിൽ എഴുതി വയ്ക്കുന്നത്രേ. നമുക്കും ഈ ജീവിതത്തിൻ്റെ തിരിച്ചുവരവുകൾക്ക് വേണ്ടി, തിരിച്ചറിവുകൾക്ക് വേണ്ടി, നിഷ്കളങ്കതയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, അറിവിന് വേണ്ടിയൊക്കെ നോമ്പിനെ ഉപയോഗപ്പെടുത്തും. ഈശോയെ, അറിവും സ്നേഹവും നിഷ്കളങ്കതയും തിരിച്ചുവരവുകളുമൊക്കെ നോമ്പിൽ സാധ്യമാകാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.